നമ്മൾ നമ്മുടെ സീതത്തോട് കാടിന്റെ ഇക്കരക്കരയിലുള്ള റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കാട് കണ്ട കാടാന്ന് പറയില്ലെങ്കിലും കാടാണ്. കാണ്ടാമൃഗം, പുലി, സിംഹം, വലിയ വലിയ സിംഹം, സിംഹം, അനക്കോണ്ടാസ്, പിന്നെ ഡൈനോസേഴ്സ്, ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാത്ത കാടാ. ആനയുണ്ട് താനും, ഇറങ്ങുകയും ചെയ്യും, ചൂണ്ടയുടെ ഇറങ്ങുകയും ചെയ്യും ആച്ചാച്ചറൂടെ. അയ്യോ എൻ്റെ വീട് ഇത്രയും കാലമോ കളഞ്ഞു പോയ നമ്മുടെ വീട് കുഞ്ഞാ, മൊത്തം അങ്ങ് പച്ചിച്ചല്ലോ. ആര് ഇവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ലേ ഉള്ള? കയറി വരാനാ? നടന്നു നമ്മൾ നടന്നു കുഞ്ഞാച്ചാ പറയാം. കുഞ്ഞാളെ തുറക്കാത്തോണ്ട് ഡോക്ടറെ കണ്ടോ? അയ്യേ വെച്ചോടാ. അപ്പട കുഞ്ഞിഞ്ഞേ അപ്പട ഞങ്ങൾ അടിച്ചാലോ അവനെ കൊന്നു. അപ്പൊ ചമ്മിപ്പോ അവനെ എടുക്കത്തില്ലല്ലോ. അപ്പ കിച്ചു ആടി പേടിക്കോ? കിച്ചു വെക്കുന്നില്ല. അപ്പയ്ക്കോ എത്രണ്ണോ? എവിടെ നീ വാച്ച്? ആണോ? എന്റെ മോനെടുത്ത് കിട്ടി. എന്റെ കൈ വയ്യടോ. അപ്പടെ കൈയുടെ തോൾ ഒടിഞ്ഞില്ലേ? അപ്പ വീണപ്പം അവിടെ കട്ടിലേ കിടന്ന മോനല്ലേ കണ്ടത്? ഈ മലപ്പുറത്തുനിന്ന് എനിക്ക് എന്തോ കൊണ്ടുവന്നു. തോക്കോ? ഇവിടെ ഞാനും इनका प्यार कर ഉമ്മച്ചാ താണ്ടായിരുന്നു അവന്റെ ചാന ക്ഷീണിച്ചു പോയോ?
പാറു എല്ലാരും കൂടെ ഒരു ക്യാമറക്കാരൻ ഇവിടൊക്കെ ഇങ്ങനെ ഉമ്മച്ചനൊരു ഷൂട്ടറും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഒരു ഷൂട്ടർ ഉമ്മച്ചനൊരു ഷൂട്ടർ ഉമ്മച്ചന് കഴുത്തേക്ക് ഇട്ടുന്നൊരു ബെല്ല് 1 മണി. അയ്യാ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. സമ്മതിക്കൂല നിന്നെ കാണിക്കും. പിന്നെ തന്നെ വിളിക്കുന്നു. ഉമ്മച്ചന് കഴുത്തേക്ക് ഇട്ടുന്നൊരു ബെല്ല് 1 മണി. നിന്നെ കാണിക്കും. വരട്ടു എല്ലാരും. താഴെ വിടുഞ്ഞ് അപ്പൊ കൈ കൊണ്ടിട്ട് വാ. പട്ടിയുടെ കളിപ്പാട്ടമാണ്. പട്ടിയുടെ കളിപ്പാട്ടമാ. നീ പട്ടിയാണോ? കളിക്കുന്ന പ്രായം കഴിഞ്ഞു. പട്ടി ബിസ്ക്കറ്റ് ഞാൻ തട്ടിപ്പറിക്കരുത്. കൊച്ചിന്റെ കളിപ്പാട്ട പട്ടി ബിസ്ക്കറ്റ് വെള്ളം അത് കട്ടിയായിട്ട് അങ്ങോട്ട് പോയി കണക്കാണോ നമ്മളെ. അവര് മോക്ക് ബിസ്ക്കറ്റ്. അമ്മയുടെ മോക്കും ബിസ്ക്കറ്റ്. നിനക്കുള്ള ബിസ്ക്കറ്റ് വേറെ ഉണ്ട്. ഇത് തറയിൽ പറഞ്ഞിട്ട് അല്ലല്ലല്ല മരത്തേന് കുറച്ച് വിൽക്കുന്നവർക്ക്. ഇത് കുഞ്ഞാവിടെ വീട്ടിലെ വാങ്ങുക. ഇതാ നീ തമ്പുരാട്ടിയാണോ ജാൻ? വന്നോ?
വരുമോ കടി ഉണ്ടാക്കാൻ? മറന്നു പോയല്ലോ അമ്മ. അമ്മത്തേക്കും തരീ എന്നത് പൊന്നാണ്. കൈ തൊട്ടിട്ട് ഞാൻ നോക്കുന്നേ. മൊത്തം നിന്റെ പുത്തനോട് പോകണം. അതുകൊണ്ട് കാണിച്ചു നോക്കട്ടെ. ഓ പുതിയ ഉടുപ്പ്. ഓക്കെ. അപ്പൊ ആർക്കാ? എനിക്കിടാനോ? എനിക്കറിയത്തില്ല. പുത്തൻ ചട്ടിയോ? നിനക്കെന്നോ? അവൻ കാരണവരാ. ആ എനിക്ക് ചോമ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ പറിക്കണ്ടേ. 4 ആഴ്ച ആവാറായി. ഉടനെ തന്നെ നശിച്ചു. അല്ല ഞാൻ നശിപ്പിക്കും. പാതു പറയുന്ന കേട്ടോ. അങ്ങാണി സ്കൂട്ടറിന്റെ ചില്ല് പൊട്ടിയോന്നൊരു സംശയം. ഒന്ന് വിളിച്ചു ഉണർത്തി പറയാം. പറയണ്ടേ? പൊട്ടിച്ചൂല. അപ്പൊ ദീപ്തി അവിടെ പോയതാ? യൂക്ക എടുത്തിട്ട് പോയതാ? ദീപ്തി എവിടെ പോയതാ? പറ. എവിടെ പോയതാ? അതുകൊണ്ട് ബെൽറ്റ് തൽക്കാലം ഞാനിടാൻ വെച്ചു. പച്ചപ്പും മഞ്ഞപ്പും ഒക്കെ എന്നല്ല രാവിലെ എണ്ണീക്കുമ്പോ കാണുന്ന ഒരു വീഡിയോ. പേടിയുണ്ടോ? ഈ ബെൽറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തവനെ ഞാൻ മേത്ത് കയറുമോ? ഇല്ല കറഞ്ഞാലും പിടിക്കണേ ഇടാം. എന്നാ കറഞ്ഞ പിടിക്കാം. ഞാൻ പിടിക്കാം. ഇടു കടുവ പിടിച്ചിരിക്കുന്നു. ഇതാണ്ട് ഒന്ന് കൂടെ. ആ മൂലപ്പെട്ടു. അവിടെ ഇരിക്കടാ. മേലെ അവിടെ ഇരുന്നോ. ടൈറ്റ് ആയി കിടണം. അത് ലൂസോ കഴുത്തിറങ്ങി പോവും. അത്ര ഇട്ടാ മതിയോ? അല്ല അത് കഴുത്തിറങ്ങി പോവും. ഇപ്പം തീർന്നു. അതിന് മൊത്തം പറയാന്നില്ല. മൊത്തം തിന്നും കൂടെ ഉള്ളത് വേണം. പാത്രമാണത്. മഴ വരുന്നുണ്ട്. അങ്ങനെ വന്നു. എടുത്തോണ്ട് വേറെ കൊണ്ടുപോ. മഴ നീ എവിടെ വേണേലും വെച്ചോ. അതൊക്കെ നിന്റെ ഇഷ്ടം. ഞാൻ വന്നതിന്റെ ആഘോഷം. ഇടക്കേറി ആത്തോടാ. രസാ. ആ വെള്ളച്ചാട്ടം തുടങ്ങി വന്നിട്ടുണ്ടേ. ഒരാളെ കാണിച്ചു തരട്ടെ. ആരാത് തന്നെ മഴ നനയുന്നേ? അതേത് കള്ളച്ചെറുക്കനാ മഴ നനയുന്നേ?
നമുക്ക് ഇറച്ചി ഞുറുക്കാം. അപ്പനെ സഹായിക്കുവോ? ആ നീ എന്ത് നനയുവാ? എന്തൊക്കെ കുളിച്ചിട്ട് പുത്തനെടുപ്പ് ഇടണ്ടേ? കുറച്ച് ചൂടുവെള്ളമോ കുറച്ച് പച്ചവെള്ളമോ വാരിയെല്ലും എല്ലൊക്കെ അങ്ങ് തെളിഞ്ഞു. ആരും കണ്ടില്ലേ നീ മഴ തീക്കുന്നേ? അമ്മേ വേണ്ടേ, ഞാൻ വെള്ളം കൊടുക്കും. തുലുവമ്മ, അമ്മേ, അച്ചാച്ചി, ധാരാ നോക്കിയേ. ആ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം. അമ്മേനെ പിള്ളേര് വന്ന് അമ്മയെ കാത്തിരിക്കുന്ന കണ്ടോ? ഏതോ ആ എല്ലാവരുടെ അടുത്തും വരാം. ഇതോ ഒരു ചിഹ്നം നിൽക്കുന്നു. ഞാൻ പുറത്തോട്ടാ, നീ എങ്ങോട്ടേ അകത്തോട്ട് പോന്നേ? അമ്മ ഇങ്ങടാ ബാ. കിളിക്ക മണിക്കുട്ട. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ സീതത്തോട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാം കേട്ടോ. നമ്മളെ പറമ്പിൽ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൃഷിയിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് നല്ല എക്സസൈസ് കുറേ കാലത്തിന് ശേഷമുള്ളത് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഗുഡ് മോർണിംഗ്. ഇത് ഏത് ഗുഡ് മോർണിംഗ് ഇത്? പല്ലേച്ചാ? അതാണ് എൻ്റെ ബ്രഷ് എന്തിയേ? ഈ കൊച്ചിൻ്റെ ബ്രഷ് എവിടെ? ഞാൻ നിൽക്കുന്ന ആരാ? കണ്ണാപ്പി അല്ലേ? ഇതാരായി ഒളിച്ചിരിക്കുന്ന രണ്ടുപേര്? ഹലോ, പൊളിക്കണ്ട നീയൊക്കെ കണ്ണ് തെറ്റിയ ബ്രഷ് അടിച്ചോണ്ട് പോവും. ബ്രഷ് അല്ലല്ലോ, ചെരുപ്പ്. അവരുടെ കൂട് കഴുകി. അമ്മ കുഞ്ഞിന് ബ്രഷ് എവിടെ അമ്മേ? എന്റെ പാപ്പ തിരിഞ്ഞല്ലോ. വേണ്ട നിന്റെ ബ്രഷ്, കള്ള ചെറുക്ക. കുഞ്ഞാ ഉറങ്ങുന്നമ്മേ. ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു സമയമായി. അത് അവിടെ കിടന്ന് ഉറങ്ങട്ടെ കുറച്ച് നേരം. ആ അതത്രേ മരുന്നിൻ്റെ. അമ്മേന്റെ ജാനും എവിടെയാ? അമ്മേന്റെ ചുണ്ടരി എവിടെയാ? എല്ലാരും അമ്മേനെ കാത്തിരുന്നു. അച്ചാച്ചി ചെരുപ്പ് തപ്പിക്കാണോ? അച്ചാച്ചിയുടെ ചെരുപ്പ് കൊണ്ടാണ് നടക്കുന്നത്. ആദ്യം എടുത്തോണ്ട് വന്ന പണ്ടല്ലേ, കുറേ വർഷം മുന്നേ. അപ്പൊക്കെ ഓർമ്മയുണ്ട്. ചെല്ലേ വല്ലേക്ക് സുന്ദരനായിട്ട് വല്ലേക്ക്. ബാക്കി സുലഭം തേപ്പിച്ചു തരും. വഴി തുപ്പുന്ന അടി ഉണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു ആരോ. കൊക്കു ബാ ബാ. തീറ്റ തീർന്നോ? എൻ്റെ പൊന്നാണിപ്പോൾ എവിടെയാണ്? ആരാടാ കിളിക്കുന്നത്? തത്തക്കൂട്ടോ, എങ്ങനെയുണ്ട് ഒറ്റയ്ക്കുള്ള ജീവിതം? ഇതിൻ്റെ കമ്പ് വെട്ടി മാറ്റി നടന്നു. ഈ ബോഗൈൻവില്ല കയറി വരുന്നുണ്ടല്ലോ. അവൻ കയറി കുരുത്തക്കേട് കാണിക്കാൻ. അവന് ടാർപ്പൽ ഒളിച്ച് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പാഷൻ ഫ്രൂട്ട് കുറേ ആയില്ലേ?
അമ്മുവിൻ്റെ വീഡിയോ വഴി കണ്ട് കാണും. എങ്കിലും അതേ പഴുത്ത്. അണ്ണാണി ഈ ചുമന്നയെല്ലാം പഴുത്തയാണോ? എന്നാ മൂന്നാലെണ്ണം ഉണ്ട്. മധുരം ഉണ്ട്, എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ പറിച്ച് തിന്നായിരുന്നു. പക്ഷെ അത് ചുമന്നില്ല. ചുമക്കുന്നതിന് മുന്നേ ഞാൻ പറിച്ചു. അന്നേരം മധുരം ഉണ്ടായിരുന്നു. തോട്ടിപ്പോയില്ലെങ്കിൽ അയ്യോ ഇതിന് ഞാൻ എങ്ങനെ എടുക്കും? കിട്ടി. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ച് വെച്ചിട്ട് ഇത്തിരി പഞ്ചസാരയും കൂടെ ഇടണം. പഞ്ചസാരയുടെ ആവശ്യമില്ല. എന്തിനാ മോനെ എന്താ ഡെയിലി ഫ്രഷ് ഫ്രൂട്ട്സ് ആണോ എൻ്റെ മോൻ കഴിക്കുന്നത്? ഡെയിലി ഫ്രഷ് ഫ്രൂട്ട്സ് എൻ്റെ മോൻ കഴിക്കത്തുള്ളൂ. നിന്നെ ഇന്ന് പെരക്കകത്ത് കയറ്റൂലടാ. ചാണകമല്ലയോ? ആ ചാണകം മോൻ തന്നെ കാണിച്ച്. നീ ഇന്ന് പെരക്കകത്ത് കയറൂലടാ. നിന്നെ ഇപ്പം അജയുടെ കൊടുത്തു വിടുക. ഇന്നലെ കുളിച്ച ചാണകച്ചെറുക്കൻ. മറ്റേ ആ വെള്ളയാ? സാധാ ചാമ്പയുടെ കൈക്ക് വേണ്ടി നടക്കാനും ഞാൻ ആരെയും അങ്ങോട്ട് നോക്കി സംസാരിക്കും. എന്താ പറയണ, ഞാൻ ഇവിടെ എല്ലാം ഒന്ന് പരീക്ഷിക്കുക. കണ്ടപ്പൻ്റെ തൊട്ട് വീണ്ടും ഇവിടെല്ലാം കല്ലിട്ട് പൊട്ടിച്ച് കല്ലായി. വാരിയാലും പണി ചെയ്താലും തീരത്തില്ല. ഇതിനിടെ വെണ്ട നടണം, എല്ലാം നടണം. ഇത്രയുടെ വേണ്ടി വന്നാൽ ഇതൊക്കെ മഴ കൂടെ കാട്ടും. ഇതിനടി വിഷം ചെടി തൂങ്ങി ആഫ്രിക്കൻ പായൽ ചാച്ചൻ വിളിക്കുന്നു. വാ പാത്തുനെ ആരും തോപ്പിക്കരുത്. പാത്തുവിന്റെ പ്രശ്നം. പാത്തുനെ ഒഴിച്ച് പോയി. പിന്നാട്ടപ്പോൾ പോയ പോക്കാം. ഏതാ വെള്ളം വന്നാ പറയണേ. വരുന്നുണ്ട്. അടച്ചോ എല്ലാം
എടാ അവിടെ വെയ്യടാ സെന്റർ വെച്ചിട്ട് ഇതിനെല്ലാം റൗണ്ട് ചെയ്യാൻ കുമ്മായി ഇട്ടേക്കുന്നില്ലേ അതിന്റെ മണ്ടേ കൂടെ അര കോപ്പ് വെച്ചാൽ ഒഴിക്കേ വിളക്കിയായിരുന്നു നല്ലോണം ഇളക്കിയോ ഒരര കോപ്പ് വെച്ച് ഒരു കോപ്പ് എടുത്താൽ രണ്ടെണ്ണത്തിനെ കുഴിക്കണം പാത്തു ഇതിനകത്തൂടെ മണ്ടയ്ക്കുണ്ട് താഴെ ചാടി ഞാനങ്ങ് മാറിയതേ കിടു കിടു നോക്കിയേ ഇത് നോക്കിയേ അത് നിനക്ക് വേണ്ടല്ലോ നമ്മളത് കൊടുത്ത് വാങ്ങിയല്ലേ ഫ്രാഷൻ ഫുഡ് പോരെ മതി ആ കരിയപ്പന ഒരു കോപ്പയും കൂടി അതെ കോഴി കാടൻ ചിന്നു ഒരു സൂത്രം കാണിച്ചു തരാം ബാ മക്കൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാണോ അവന്റെ വിചാരം അവൻ ഇപ്പൊ അങ്ങനെ അപ്പൊ കാട്ടുകോഴി കുഞ്ഞ് ഞാൻ വീട് എനിക്ക് വേണ്ട ഉള്ള പിള്ളേരെ കൊണ്ട് തന്നെ എനിക്ക് സമയമില്ലാണ്ടിരിക്കുക അയ്യോ 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 20-23 എണ്ണൊക്കെ ഉണ്ടാവുമായിരുന്നു. പെട കുറവല്ലേ ഇപ്പോ? ആ മാതൃസ്നേഹമുള്ള കോക്കോ ഇറങ്ങിയിട്ടുണ്ട്. കൊക്കോടെ കൊടുത്ത കോക്കോ വളർത്തിക്കോളൂ. അപ്പൊ ഇതാണ് ടർക്കി കുഞ്ഞ്. എന്താ കോക്കോ? കോക്കോക്ക് കാണിച്ചു നല്ല കോഴിക്കുഞ്ഞെന്ന ഇതിനെ എങ്ങനെ പിടിക്കാം എന്നുള്ള അങ്ങനെയൊക്കെയായിരുന്നു. ഭയങ്കരമായിട്ട് പറക്കും കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് പറക്കും. आओ छोड़ दो, कोई बात नहीं. അപ്പോൾ ഇതാണ് നമ്മുടെ മണിത്താറാവാൻ്റെ മക്കൾ. ഒരു വിരിഞ്ഞിട്ടുണ്ട്. ആ ഓടി ഓടി കളിക്ക്, ഓടി ഓടി കളിക്ക്. അതുപോലെ നമ്മുടെ ഒരു കുട്ടനാടൻ താറാവ് ഇവിടെ അവിടെ ഇരിപ്പുണ്ട്. ബാക്കിയുള്ളവരിവിടെ കുളി, തീറ്റ, നന, തുണി അലക്കിയിടൽ അതൊക്കെയാണ്. ഉമ്മച്ച ഏതാടാ നീ ബ്രീഡ്? എൻ്റെ സുലുവമ്മ എനിക്ക് ചായം കൊണ്ട് വന്നിട്ട് കാണാൻ പോലും ഇല്ലല്ലോ. തേങ്ങാക്കൊല, വീണ്ടും തേങ്ങാക്കൊല. അപ്പോൾ എൻ്റെ ഏകദേശം തൽക്കാലത്തെ കോള് കഴിഞ്ഞു. വെയിലായി തുടങ്ങി. എനിക്ക് ഒരുപാട് നേരം പറമ്പിലൊന്നും നിൽക്കാൻ ഇപ്പം പറ്റത്തില്ല. അത് കഴിയുമ്പോൾ അടുത്ത ട്രിപ്പ് ഇറങ്ങാം. പക്ഷേ പതുക്കെ പതുക്കെ ഞാൻ കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് എൻ്റെ ഒരു താല്പര്യം. അത് ഞാൻ ചെയ്യും. അവൻ ഏത് വെള്ളത്തിലാണ് പോവാത്തേ? അവൻ ആ ചാണകത്തിൻ്റെ അതിനകത്തെല്ലാം കിടന്ന് മുങ്ങും. അമ്മയുടെ നല്ല ഉമ്മച്ചൻ. അമ്മ എനിക്കൊരു ഉടുപ്പ് തരാമോ അമ്മ? അമ്മയുടെ ഇത് താറാവ് കുഞ്ഞിൻ്റെ മടിയിലിരുത്തിയത്. ഒന്നും പറയില്ല, വീഡിയോ ഓണാ. അപ്പം ഇന്ന് ഈസ്റ്ററാണ്. എല്ലാവർക്കും
ഹാപ്പി ഈസ്റ്റർ. അതുപോലെ ഇന്ന് എൻ്റെ വകയാണ് ഇവിടെ പാചകം എന്നാണ് ഞാൻ തുടക്കത്തിൽ വിചാരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് അമ്മയുടെ വകയാവുമായിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ അമ്മ ഒന്ന് പറഞ്ഞ് രണ്ടാമത് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ക്യാമറ ഓണാക്കി എൻ്റെ അമ്മയുടെ അത്ര നല്ലൊരു അമ്മ. അതുകൊണ്ട് ഞാൻ ക്യാമറ ലൈവായിട്ട് അടുക്കള ഓണാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലുകറിയില്ലേ, നല്ല വാരിയെല്ലും എല്ലാത്തിനും ഞാൻ അകത്ത് കയറ്റിയോ വാരിയെല്ലും ഇറച്ചിയും കൂടെ ചേർത്തിട്ട് എല്ലുകറി വെക്കത്തില്ലേ, അതാണ് വയ്ക്കാൻ പോകുന്നത്. ഞാൻ പിന്നെ ബീഫ് കഴിക്കാറില്ല, അമ്മയും കഴിക്കാറില്ല, ഞങ്ങൾ ഇതിലാലൊന്നും കഴിക്കാറില്ല. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കും. അതും പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കണം, ഇന്ന് കാര്യമായിട്ട് ഈസ്റ്റർ ആഘോഷിക്കണം. ഈസ്റ്ററിന് എനിക്ക് 1-2 വിരുന്നുകാർ വരുന്നുണ്ട്. ഈസ്റ്ററിനെ പറ്റി കാര്യമായി ധാരണയില്ലാത്ത 1-2 പേരാണ് വരുന്നത്. സസ്പെൻസ് ഇട്ടു എന്ന് പറയണ്ട, ഞാൻ ആളെ കാണിക്കൂലെന്ന് പറഞ്ഞാൽ കാണിക്കൂല. കുറച്ച് കഴിഞ്ഞിട്ട് അച്ചാച്ചി ഒന്ന് ഫ്രീ ആയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ഞായറാഴ്ചയായിട്ട് പണിക്കാരൊന്നും ഇല്ല കേട്ടോ. ഇല്ല, പണിക്കാരെ വെച്ചിട്ട് കുറേയൊക്കെ നമ്മൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പറമ്പ് നിറയെ കൃഷി, ആ കൃഷിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. രാവിലെ സൂര്യപ്രകാശം എടുക്കുന്നു. ആഹാ, കണ്ടില്ലേ, മനസ്സ് റിലാക്സ്ഡ്. തൻ്റെ അവിടെ എന്തോ ഉള്ള പരിപാടി കാണിക്കുന്നുണ്ടല്ലോ. കുറച്ചൊന്ന് വേർത്ത് ഞാൻ കണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ്, എല്ലാം എൻ്റെ കഷ്ടപ്പാടാന്ന്. പാവം എൻ്റെ അച്ചാച്ചി. കിച്ചു പറയുന്നല്ലേ, ഇതെല്ലാം ഞാൻ എവിടെ കൊണ്ടുവച്ചത്, ഇവർ നിളക്കിന്ന് മാത്രമേ ഉള്ളെന്ന്. ഹലോ, പോയോ? ബൈക്കും കൊണ്ട് പോയോ? കിച്ചു തുമ്പിനെ കൂട്ടാൻ വേണ്ടി പോകാൻ വേണ്ടി വേറെ എവിടെയാണ് അണ്ണാണി? അണ്ണാണി പണി ചെയ്തെന്താ? ഏത് സ്പോട്ടി? ഈ വർഷത്തെ കർഷക സ്ത്രീകളല്ല, കർഷക പുരുഷന്മാരായി നിൽക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഫൈനൽ ടച്ച്, ഞാൻ മേമ്പൊടി മാത്രമേ ചേർക്കുള്ളൂ. ഞാൻ വിളവെടുപ്പിനേ വരാറുള്ളൂ. അച്ചാച്ചി എന്തിനാ അച്ചാച്ചി വെയിലത്ത് വന്നിരിക്കും? നമുക്ക് രാത്രിയിലെങ്ങാനും ഒരു ചെയ്താൽ പോരെ? അല്ല, എനിക്ക് അച്ചാച്ചിയോട് 1-2 കാര്യം പറയാനുണ്ട്. അച്ചാച്ചി അവിടെ അങ്ങ് ഉറച്ചങ്ങിരുന്നോ? നമ്മുടെ ട്രിപ്പിനെ പറ്റി അച്ചാച്ചി 2 വാക്ക് പറ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പറയരുത്, പറയുമ്പോൾ എന്നോട് മാത്രമായിട്ട് പറയാം. കേൾക്കേണ്ടവരെല്ലാം വിശാലമായിട്ട് കേട്ടോണം. ഞാനും അച്ചാച്ചി കൂടെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ആ, ഉറക്കെ പറ. അമ്മൂനെ മണിയെ വയ്യാത്തതുകൊണ്ട് അമ്മൂന് മണിയെ ഇട്ടിട്ട് 10-15 ദിവസത്തേക്ക് വരാൻ പറ്റത്തില്ല. ഞങ്ങളൊരു 15 ദിവസത്തെ പ്രോഗ്രാമാണ് ആലോചിക്കുന്നത്. അപ്പോൾ കൽക്കട്ടയിലെത്തുന്നു, എന്ന് റിസർവേഷൻ കിട്ടുന്നു അന്നത്തെ ദിവസം. ആ, അതെന്തൊരു ചോദ്യമാണി? നിനക്ക് വേണോ ഓമയ്ക്ക? ഇല്ലേ ഞാൻ പോത്തിന് കൊടുക്കുമെന്ന്. അണ്ണാണി ഒന്ന് സുന്ദരനായിട്ടുണ്ടല്ലോ. ക്യാമറയുടെയാണോ? വേണം, ഞാൻ ഫ്രഷ് ഫ്രൂട്ട്സേ കഴിക്കാറുള്ളൂ അറിയത്തില്ലേ. എന്നിട്ട് 2 ദിവസം നമ്മൾ കൽക്കട്ടയ്ക്ക് ഇറങ്ങി. കൽക്കട്ടയിലെ മദർ തെരേസയുടെ ഇത്, പിന്നെ ആശ്രമം, ശാന്തിവനം, വിക്ടോറിയ ടെർമിനൽ, ഈഡൻ ഗാർഡന്, പിന്നെ ഹൗറ, എല്ലാം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കറങ്ങിയിട്ടുള്ള ലാസ്റ്റ് സമയം. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം നമ്മൾ കൽക്കട്ടയ്ക്ക് ഇറങ്ങി. 2 ദിവസം കൽക്കട്ടയ്ക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ നേരെ സിലിഗുഡിക്ക് വിട്ടിട്ട് ഞാൻ പഠിച്ച ITI, എൻ്റെ പെങ്ങളെ അടക്കിയേക്കുന്ന സ്ഥലം അത് ബാഗ്ഡോവരെ ബംഗൂരി മിലിറ്ററിയുടെ ശ്മശാനത്താണ്. പിന്നെ മോള് ഒരു കാര്യം പറയാൻ ഈ അണ്ണാണി സമ്മതിക്കൂല. എന്തുവാ മുള്ളാത്ത? എന്താ നമ്മൾ തിന്നാത്തേ? അതിന് നമ്മൾ അമ്മ തിന്നാത്തല്ല നീ പോത്തിന് കൊടുക്കുന്നേ. അമ്മ തിന്നത്തും ഇല്ല, തീറ്റിക്കത്തും ഇല്ല. പഞ്ചസാര ഇട്ട് അത് പീസാക്കിയിട്ട് ശകലം പഞ്ചസാര അങ്ങോട്ട് ഇട്ടിട്ട് തിന്നണം. അച്ചാച്ചി പറ, അച്ചാച്ചി അണ്ണാണ് ഇനി മിണ്ടരുത്. എന്നിട്ട് സിലിഗുഡി അച്ചാച്ചി പഠിച്ച ITI ആദ്യം പോന്നു. സിലിഗുഡിയിലെ ഞാൻ 3 വർഷം ഞങ്ങൾ സകുടുംബത്തോട്ട് ലാസ്റ്റ് ജീവിച്ച അച്ഛനും അമ്മയും ഞാനും പെങ്ങളും കൂടെ ജീവിച്ച അവിടെ ഒരു ദിവസം. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയ ഡാർജിലിങ്ങിലേക്ക് 1 ദിവസം. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ 1 ദിവസം ഞങ്ങൾ ഭൂട്ടാനിലേക്ക്. ഡെയിൻ ടൈമൊക്കെ വെച്ച് സാഹചര്യം അനുസരിച്ച് സുലുവിനെ കൊണ്ട് പോകുന്നതുകൊണ്ട് ചിലപ്പം ദിവസങ്ങളിലൊക്കെ മാറ്റം വരാം. അപ്പോൾ ഡാർജിലിംഗിലേക്ക് പോകണം. സിക്കിമിൻ്റെ എത്താവുന്ന ഭാഗം വരെ പോയി സിക്കിം ഒന്ന് കാരണം. അപ്പം സിലിഗുഡി കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങളൊരു 6 ദിവസം ഉണ്ടായി. ബാഗ്ഡോര, സിലിഗുഡി, പിന്നെ അവിടുന്ന് നേപ്പാൾ, ഭൂട്ടാന് ഒക്കെ കറങ്ങി. അവിടുന്ന് പിന്നെ 5-6 ദിവസത്തെ ജീവിതം
സിലിഗുഡി കഴിഞ്ഞിട്ട് സിലിഗുഡി ആ പരിസര പ്രദേശം കഴിഞ്ഞിട്ട് നേരെ റാഞ്ചിക്ക്, ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി വന്നൊരു ദിവസം നിന്നിട്ട് ഞങ്ങൾ പിന്നെ പ്രോഗ്രാം എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഇവരുടെ പ്ലാനാണ്. ഇത്രേ ആഗ്രഹം എനിക്കുള്ളൂ. പിന്നെ ഡൽഹിക്ക് പോകണേലോ ആഗ്രയ്ക്ക് പോകണേലോ കൽക്കട്ട പിന്നെ അതൊക്കെ ഇവർ തീരുമാനിച്ചോളൂ. അപ്പോൾ അങ്ങനൊരു ട്രിപ്പ് ഒരു 15 ദിവസത്തേക്ക് ഞങ്ങൾ. അപ്പം സിലിഗുഡിയിലെ താമസമൊക്കെ നമ്മുടെ അജയ് ഇവിടെ വീട്ടിൽ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന അജയുടെ വീട് സിലിഗുഡിക്ക് അടുത്താണ്. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരനെയോ ബന്ധുവിനെയോ നമുക്കൊരു ഇനോവയായിട്ട് ലോക്കൽ ഗാർഡിയനായിട്ട് അവനുണ്ടാവും. അതിപ്പോൾ അവിടുത്തെ അത് വലിയ സമയം വരാതെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമാണ് അത്. എന്നുള്ളത് കൽക്കട്ടയ്ക്ക് റിസർവേഷൻ കിട്ടുന്ന ശേഷമാണ്. ബാക്കിയുള്ള പ്രോഗ്രാമൊക്കെ ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ടൈം പാസ് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ അറേഞ്ച് ചെയ്യും. എന്നാൽ ഇത്രയും പ്രദേശം മസ്റ്റായിട്ട് ഞങ്ങൾ പോയിരിക്കും. മറ്റ് ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഇതിനൊക്കെ വെള്ളം ഒഴിക്കാനും ഇതൊക്കെ നോക്കാനും കണ്ണാപ്പി ആൻഡ് കിച്ചു സർ, കണ്ണാപ്പി, കിച്ചു, അജയ് 3 പേരാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ മണിയണ്ണനുണ്ട്. ആ മണിയണ്ണൻ്റെ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചില്ലല്ലോ ആരെയും. അണ്ണാണി എപ്പോഴാ ഫ്രീ ആവുന്നേ? മണിയണ്ണൻ്റെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കാവോ? ബൈക്കിന് പറ്റത്തില്ല. അതെന്താ? ബൈക്ക് യാത്ര എങ്ങനെ കിട്ടുക? ബൈക്ക് യാത്ര എനിക്കിപ്പോൾ കുഴപ്പമില്ല ചേച്ചി. കുഴപ്പമുണ്ട്. ഇല്ല, ഡോക്ടർ പറഞ്ഞല്ലേ കുഞ്ഞാവെന്നെ വണ്ടി കയറ്റുമോ? ഇറക്കത്തിന് എന്താ കുഴപ്പം? വണ്ടി ഇറങ്ങൂലേ? കാറിനങ്ങ് പോകും. ആ എന്നാ അങ്ങനെയെങ്കിൽ അങ്ങനെ. അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെറിയൊരു കുട്ടിയായിരുന്ന കാലത്തെ ഞാൻ അച്ചാച്ചിയോട് പറയുമായിരുന്നു, ഞാൻ വലിയതായി കഴിയുമ്പോൾ അച്ചാച്ചിയുടെ അമ്മയും പെങ്ങളെ ഒക്കെ അടക്കിയ സ്ഥലത്തും അച്ചാച്ചി പണ്ട് ജീവിച്ച നോർത്ത് ഇന്ത്യയിലെ ആ സ്ഥലത്തും ഒക്കെ അച്ചാച്ചിയെ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഈയിടെ എനിക്കൊരു മനസ്സിലൊരു വിഷമം, എനിക്കെങ്ങാനും വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആര് കൊണ്ടുപോകുന്നുള്ളത്. ചിരഞ്ജീവിയോ? അച്ചാച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അച്ചാച്ചി ഇനി ഒരു മിനിമം 60 വർഷം ജീവിക്കും. അപ്പോൾ എനിക്കുള്ളിലൊരു പേടി, എനിക്ക് ഉറപ്പാണ് ഇപ്പം ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ അച്ചാച്ചി ജീവിതത്തിൽ അവിടേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ, അച്ചാച്ചി, അമ്മ, അണ്ണാണി, പണ്ട് ഞാൻ കാണുന്ന സ്വപ്നമല്ലേ, പണ്ട് ഞാൻ പറയുന്ന അച്ചാച്ചിയോട് പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ 4 പേരേ ഉള്ളായിരുന്നു. പക്ഷേ ഞങ്ങൾ 4 പേരല്ലാണ്ട് ഇപ്പോൾ അഡീഷണലായിട്ട് 3 പേരും കൂടെയുണ്ട്. അമ്മു, കുഞ്ഞാവ, കിടു. പക്ഷെ അമ്മുവിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ മണിയമ്മയ്ക്ക് തീരെ വയ്യ. ഏത് സമയവും മണിയമ്മയ്ക്ക് അമ്മു അടുത്ത് വേണം. ഒന്നത്. പിന്നെ 12-ാം തീയതി അമ്മുവിൻ്റെ ക്ലാസ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തില്ല എന്ന് പറയരുത്. മനുഷ്യൻ്റെ ആരോഗ്യ കാര്യമാണ്. ഞാനാണെങ്കിൽ ഒരുപാട് മരുന്ന് ഇപ്പോൾ കഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയുണ്ട് കൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ എനിക്ക് അതായത് ഞാൻ ഒരുപാട് പേര് നാട്ടിലുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ആങ്ങളെയും പെങ്ങളോ എന്നുള്ളൊരു സ്നേഹമെന്ന് പറഞ്ഞത് കണ്ടു പഠിക്കേണ്ടത് അച്ചാച്ചിയുടെ പെങ്ങളുടെയും വരുന്നത്. കാരണം അച്ചാച്ചിയുടെ പെങ്ങൾക്ക് ഫിക്സ് വരുന്ന ഉടനെ ആ ഒരു എന്തോ ഒരു ഒച്ച പോലെ ഉണ്ടാവും. അച്ചാച്ചിയുടെ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. ആരോടും ഒന്നും ചോദിക്കില്ല, ഓടി നിമിഷ നേരം കൊണ്ട് പെങ്ങളുടെ അടുത്ത് എത്തുമായിരുന്നു. 14-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. സിലിഗുഡിയിലാണ് അടക്കിയിരിക്കുന്നത്. ഇപ്പോൾ ആ ആശുപത്രിയോ ആ ശ്മശാനമോ അവിടെ ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. പിന്നെ അച്ചാച്ചി പഠിച്ച ITI ഉണ്ട് അവിടെ. പിന്നെ അച്ചാച്ചിയുടെ അമ്മ റാഞ്ചി, അതായത് ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം റാഞ്ചിയിലാണ് മരിച്ചത്. ആ ഒരു അവിടെയൊക്കെ ഉണ്ടോ അല്ല ഇടിച്ചു പൊളിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. അച്ചാച്ചിയുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും അച്ചാച്ചിയുടെ അച്ഛൻ, അമ്മ, സത്യം പറഞ്ഞാൽ അച്ചാച്ചിക്ക് ഞങ്ങളല്ലാണ്ട് വേറെ ആരാ? ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട്, അല്ലാണ്ട് ഇപ്പം നമുക്ക് പറയുവാണെങ്കിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്, അങ്ങനെയുണ്ട്. അച്ചാച്ചിക്ക് സത്യം പറഞ്ഞാൽ അമ്മയില്ല, അച്ഛനില്ല, ജീവനും ഇല്ല, സ്നേഹിച്ച പെങ്ങളില്ല, ആരുമില്ല. അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമാണ് അവിടെ വരെ എനിക്കൊന്ന് കൊണ്ട് കാണിക്കാൻ പറ്റിയാൽ. അതിനുവേണ്ടി എനിക്ക് എത്ര വയ്യാഴിക ഉണ്ടെങ്കിലും ഞാൻ സഹിച്ചിട്ടാണ് പറഞ്ഞാലും ഞാനവിടെ അച്ചാച്ചിയെ ഞാൻ എത്തിക്കും. സത്യം ഞാൻ പൈസയുടെ കാര്യം പറയുവാണെങ്കിൽ പൈസ കുറച്ചാവും, പൈസ ഉണ്ടായിട്ടോ ഒന്നുമല്ല. ഇത് വിറ്റ് പെറുക്കി പണയം വെച്ചിട്ടോ എങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മൾ പോവും. അത് കാണാൻ ആഗ്രഹമുള്ളവർ പറയുക, അവർക്ക് വേണ്ടി വീഡിയോ എടുത്തിടുകയും ചെയ്യും. ഇനി ആ കൽക്കട്ട ഭാഗങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
വരിക, നമുക്കൊന്ന് പരസ്പരം കാണാം. കാരണം നമ്മളും പണ്ട് ഞാൻ കണ്ട കൽക്കട്ടയൊക്കെ ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ അച്ചാച്ചി കണ്ട കൽക്കട്ട ഏത് ലോകത്താണ് ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം തിരിച്ചു വരുമ്പോൾ ആഗ്ര വഴി വരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം മെയ് 3-ാം തീയതിയാണ് അച്ചാച്ചിയുടെ പെങ്ങൾ മരിച്ചത്. ആ ദിവസം അവിടെ എത്തണമെന്നുണ്ട്. പക്ഷേ അന്നേരപ്പോഴത്തേക്ക് എത്താൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഫ്ലൈറ്റിൻ്റെ ചാർജും ട്രെയിൻ ടിക്കറ്റും അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിനാണ് പോകുന്നതെങ്കിലും പോലും ട്രെയിനിൽ ലോക്കൽ ഒരുപാട് പേര് ആൾക്കാർ എ സിയിലാണെങ്കിൽ പോലും ഇടിച്ച് കയറും. അച്ചാച്ചി സുലോമ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടോ? അപ്പോൾ സുലോമ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, കുഞ്ഞാവ് ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, അണ്ണാണി ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, കീടു ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. അപ്പോൾ ഞാനും അച്ചാച്ചിയും മാത്രമേ കയറിയുള്ളൂ. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ എനിക്ക് അവരെ കൂടെ ഫ്ലൈറ്റിലൊക്കെ ഒന്ന് കയറ്റണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ചാർജ് അത് അപാരം കേട്ടോ, ഭയങ്കര റേറ്റാണ്. എന്നാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല ചേച്ചി, നമുക്ക് പോയി കാണാം ചേച്ചി. അച്ചാച്ചിയുടെ വരവും കാത്ത് അവരെത്രയെന്ന് പറഞ്ഞാലും കാത്തിരിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ മോൻ ഇപ്പം വരും, ഇന്ന് വരും. അച്ചാച്ചിയുടെ പിന്നെ പെങ്ങളെന്തുവായിരുന്നു അച്ചാച്ചി വിളിച്ചോണ്ടിരുന്നേ? അല്ല, അച്ചാച്ചി ഉഷമോളെന്ന് വിളിച്ചു. അണ്ണാണിന്നാ? അച്ചാച്ചിയുടെ പെങ്ങളെ അച്ചാച്ചി ഉഷമോളെന്ന് വിളിക്കും, അച്ചാച്ചിയെ വിളിക്കുന്നത് അണ്ണാണിന്നാണ്. ഞാൻ മിക്കപ്പോഴും അവരൊക്കെ ഓർക്കുമായിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ബന്ധുക്കൾ കിച്ചു വരാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്കൊരു നമുക്ക് കുടുംബത്തൊരു ബന്ധുവുണ്ട്, ശരിക്കും നമുക്കും ബന്ധുവുണ്ടെന്നുള്ളൊരു തോന്നൽ തോന്നി തുടങ്ങിയത്. കിച്ചു ഇവിടെ വന്നേ പിന്നെ. അങ്ങനെ അല്ലാണ്ട് ആരും വരലൊക്കെ കുറവായിരുന്നു, വളരെ കുറവാണ്. കിച്ചുവിനെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഒന്ന് ഇവിടെ അവൻ്റെ പ്രസൻസ് ഇവിടെ വേണം. കണ്ണാപ്പി ഒറ്റയ്ക്ക് പറ്റത്തില്ല. പിന്നെ ഇതിന് പകരമായിട്ട് പരീക്ഷയും ഡേറ്റും കാര്യമൊക്കെ അമ്മൂൻ്റെയും കൂടെ നോക്കിയിട്ട് ഞങ്ങൾ വന്നിട്ട് കിച്ചുവിനെയും അമ്മൂനെയും കണ്ണാപ്പിനെയും കൂട്ടി വേറൊരു ട്രിപ്പ് ചെറുതായിട്ട് പോകുന്നതായിരിക്കും. നമ്മൾ അമ്മൂനോടൊന്നും ചോദിക്കാണ്ട് എടുത്ത തീരുമാനമൊന്നുമല്ല, അമ്മൂനോടൊക്കെ ചോദിച്ച് എടുത്ത തീരുമാനമാണ്. പിന്നെ ഒരു വഴി നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു, അത് ആ വഴിക്ക് പോട്ടെ. നമുക്ക് നമ്മുടേതായ ജീവിതമുണ്ട്, നമ്മുടേതായ സന്തോഷങ്ങളുണ്ട്, അത് ആ വഴിക്ക് പോട്ടെ. പറയുന്നവർ പറയട്ടെ, നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കും. പറയുന്നവർക്ക് നഷ്ടം, വെറുതെ കുറേ എനർജി അവർ കളയുന്നു, അത്ര തന്നെ. അപ്പം ടാറ്റ. ഇതെന്തോ നടാനാ ചേച്ചി? ഒത്തിരി പച്ചക്കറി തോന്നിട്ടുണ്ട് മോളെ. അത് കുഞ്ഞാവ് ഓർഡർ ചെയ്താ? അതെല്ലാം ഇത് പാകി സേഫായിട്ട് എടുക്കാം. എന്നിട്ട് പറിച്ച് നടുന്നത് നമുക്ക് പറിച്ച് നടാം. അല്ലാത്തത് 1-2 എണ്ണം ഇത് നിർത്തിയിട്ട് വെള്ളവും കൊടുക്കും. നമുക്ക് നമ്മുടെ മിറ്റത്തെ ഷെഡിൻ്റെ കീഴിൽ വെച്ചാൽ വലിയ പ്രശ്നമാകത്തില്ല. ലൂക്കായ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. ഓ, അവിടെ നിഴലല്ലേ ചേച്ചി? ഇല്ലില്ല, ആ ഇതില്ല. മഴക്കാലത്ത് ഒരു ചെറിയ മഴമുറ പോലെ ആവും. നോക്കാം. പശു ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെച്ചാലും മതിയായിരുന്നു, പശുവിനെ ഷെഡിൽ കെട്ടിയിട്ട്. അജയ് അവിടെ തകർത്ത് മട്ടൻ കറി വെക്കുക, മട്ടൻ കറി അവൻ്റെ പാട്ടായി കേൾക്കുന്നത്. അജയ് എത്ര പിന്നെ ടർക്കി വിരിഞ്ഞായിരുന്നു? 5 ഇപ്പോൾ ഒന്നേ ഉള്ളല്ലോ. അതേ ഓട്ട വഴി പുറത്തെയാളും പട്ടി പിടിച്ചോണ്ട് ഭാഗത്ത് വന്ന് വെള്ളം ഇറക്കി ഇരിക്കുകയായിരുന്നു. നമ്മൾ പിന്നെ ഞാനും അത്രയും ഞങ്ങളാരും ഇല്ലായിരുന്നല്ലോ. അതിനെ ഇൻക്യുബേറ്ററിൽ എടുത്ത് വെച്ചിട്ട് ലൈറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ടർ തീറ്റയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരു 10-17 ദിവസം പുറത്ത് കൂടെയൊക്കെ കളിക്കുന്നവരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതങ്ങ് സേഫ് ആയിരുന്നു. പിന്നെ നമ്മുടെ ABA സോനയും കൊടുക്കാൻ പോവാണ്. ആവശ്യക്കാരെല്ലാം ഉണ്ടെങ്കിൽ പറയുക. വേറൊന്നും കൊണ്ടല്ല, ലൂക്കയുമായിട്ട് ഒട്ടും ചേരുന്നില്ല, ഭയങ്കര കടി. ലൂക്ക അവരെ കാണുമ്പോഴേ കടിക്കുക. നമുക്കൊരു പരിധിയുണ്ട് ഇവരെ പൊത്തി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തോ ലൂക്കയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് മിക്കവാറും കണ്ണാപ്പി ഉണ്ട് ഉഷയമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഒരാളും കൂടെ ഉണ്ട്. മനസ്സോടെ അല്ലെങ്കിൽ പോലും വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മളത് ചെയ്യുകയാണ്. ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. 2 ലാഭമാണ്. ബ്രീഡേഴ്സിന് കൊടുക്കത്തില്ല, കൊണ്ടുപോയി മറിച്ച് വയ്ക്കുകയൊന്നും ചെയ്യരുത്. കൊണ്ടുപോകുന്ന ആളുമായിട്ട് ഞാൻ ആജീവനാന്തം കോൺടാക്റ്റും ഉണ്ടാവും എന്നും നിങ്ങളുടെ കൂടെ അത് ഉണ്ടാവാനും പാടുണ്ട്. അതുണ്ടാവണം നിങ്ങളുടെ കൂടെ, അതിപ്പോൾ തന്നെ പറഞ്ഞേക്കാം.